amazing, really amazing, very fantastic. It is a realistic in the Pravasis, for about the Pravasi members. സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി അവർക്ക് കിട്ടും. ശരിയാണ് ഞാൻ പറഞ്ഞത്. അതിനെന്തെങ്കിലും പാനലോ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട്? എല്ലാം കൊണ്ടും നല്ലൊരു പടമായിരുന്നു. നല്ല പടം. കൊള്ളായിരുന്നു. ഇല്ല കൊള്ളാം. പടം കൊള്ളാം. രണ്ടാമത്തെ വട്ടമാണ് കാണുന്നത്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ല പടം. ഒരു ജീവിതകഥ. ഞാനില്ലേ വായിച്ചിട്ടില്ല. ജീവിതകഥ, ഒരു പ്രവാസിയുടെ ജീവിതകഥ ഇഷ്ടമായി. എന്താ പറയുക, എല്ലാം കൊണ്ടും നല്ലൊരു പടമായിരുന്നു. സിനിമ പിന്നെ അമേസിങ്, റിയലി അമേസിങ്, വെരി ഫാൻറ്റാസ്റ്റിക്. പിന്നെ ഇറ്റ് ഈസ് എ റിയലിസ്റ്റിക് ഇൻ ദ പ്രവാസീസ്, ഫോർ അബൌട്ട് ദ പ്രവാസി മെമ്പേഴ്സ്. അവിടെ അവരനുഭവിക്കുന്ന ദുരിതങ്ങളും പിന്നെ വീട്ടിലേക്ക് പണം കൊടുക്കാൻ വേണ്ടി അവരവിടെ എന്ത് ദുരിതത്തിനാണേലും ഓരോന്ന് പിടിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും റിയലായിട്ട് ഒരു പിക്ചർ തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പം പിന്നെ ഓരോ പ്രശ്നങ്ങൾ, ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ വീണ്ടും ഫേസ് ചെയ്ത് അവിടെ നിൽക്കുന്നത്. കാരണം ആ ഫാമിലിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വി ഹാവ് ടു ഫേസ് എവറിത്തിങ് ഇൻ അവർ ലൈഫ് എന്നുള്ളതാണ് അതിനകത്ത് കാണിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം പിന്നെ നല്ല ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു പൃഥ്വിരാജിന് അതിനെ സംബന്ധിച്ച്. ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആക്ട് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ക്യാരക്ടർ റിയലി ഫാൻറ്റാസ്റ്റിക്. നോവൽ വായിച്ചിട്ടുണ്ട്. പടം കണ്ടപ്പോഴത്തേന് അത് ഒന്നുകൂടെ മധുരം കൂട്ടി എന്ന് പറയാം. കാരണം അതിൻ്റെ റിയലായിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റി. അപ്പോൾ നമ്മളൊരു കഥ വായിക്കുന്ന പോലെയല്ലല്ലോ നമ്മളൊരു പടം കാണുമ്പോൾ അതും കൂടെ പിക്ചറും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ഓരോ സീൻസും വളരെ ടച്ചിങ് ആയിരുന്നു. ടച്ചിങ് സീൻസ് ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നും കണ്ടിട്ട് ഞാൻ കണ്ണടച്ച് തന്നെ ഇരുന്ന് കരഞ്ഞുപോയി. അത്ര ടച്ചിങ് സീൻസ് ആയിരുന്നു. അതെ പിന്നെ ഫോണിൽ കൂടെ അത് കേൾക്കുമ്പോഴത്തേനുള്ള ആ ഒരു കുഞ്ഞ് കരയുമ്പോഴത്തേനുള്ള ആ ഫീലിങ്, അതൊരച്ഛനുണ്ടാകുന്ന ഫീലിങ് കണ്ണു നനയോ. വാക്കുകളില്ല പിന്നെ പൃഥ്വിരാജിന് അന്നേരം സംസാരിക്കാനായിട്ട്. മിണ്ടാൻ പറ്റുന്നില്ല. അവിടെ ആ തിയേറ്ററിലൊരു മുട്ടുസൂചി വീണാൽ കേൾക്കാമായിരുന്നു, അത്ര സൈലൻസ് ആയിരുന്നു അതിനകത്ത്, മനസ്സിലായില്ലേ? നമ്മളങ്ങനെ ഇരുന്ന് പോവും അത് കണ്ടു കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ? ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും യുവതലമുറ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. അവർക്ക് ഇതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അല്ല ചുമ്മാ മറ്റുള്ള ഒരു കോമഡി സിനിമയൊന്നും കാണണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതിലൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സിനിമയാണിതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മതി. പക്ഷേ ഇതാണ് റിയൽ ജീവിതം, റിയലായിട്ടുള്ള ലൈഫ് ഇതിനകത്ത് കാണിക്കുന്നു പ്രവാസികളുടെ. ഈ യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴുള്ള അടിച്ചുപൊളി സിനിമയും അതുപോലുള്ള മറ്റു കോമഡി സിനിമകളെക്കാളും അത് കാണണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അതിലും വലിയ പ്രാധാന്യം കൊടുത്ത് ഇതുപോലുള്ള സിനിമകൾ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള സിനിമകൾ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്, യുവതലമുറയോട് പറയാൻ. അപ്പോൾ അവർക്ക് ലൈഫിനെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടും. ആ ധാരണ കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ലൈഫിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി അവർക്ക് കിട്ടും. ശരിയാണ് ഞാൻ പറഞ്ഞത്. പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി, ഞാൻ മൊയ്തീൻ സിനിമ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പക്ഷേ നമ്മുടെ ഒരു കഥയാണല്ലോ, അതിൻ്റെ റിയാലിറ്റി ആയിട്ടുള്ള അത് കാണിച്ചതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ സൂപ്പറായിട്ടുള്ളത് ഇത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതും നല്ലത് തന്നെ. അതൊരു വെറൈറ്റി, ഇതൊരു വെറൈറ്റി, അല്ലേ? കരഞ്ഞു ഒരു 5-10 പ്രാവശ്യം കരഞ്ഞു. ഓരോ ടച്ചിങ് ഞാൻ പറഞ്ഞില്ലേ, അവരെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ആ ബട്ടൺസ് ഇങ്ങനെ നെഞ്ചിലടിക്കുമ്പോൾ ആ ബട്ടൺസ് പറഞ്ഞു വരുമ്പോൾ ആ ബട്ടൺസ് സൂക്ഷിച്ച്, ഞാൻ അന്നേരം മനസ്സിൽ തന്നെ വിചാരിച്ച് അത് സൂക്ഷിച്ച് വെക്കുമെന്ന്. അത് കഴിഞ്ഞ് പിന്നെ അതിങ്ങനെ നോക്കുന്നതും, പിന്നെ അത് അവിടെ പോയപ്പോഴത്തേന് ആ ബട്ടൺസിൻ്റെ അവിടെ ബട്ടൺസ് ഇത് കണ്ടപ്പോഴത്തേനുള്ള ആ ഒരു, മനസ്സിലായില്ലേ? അപ്പോൾ അതിനോട് കണക്ട് ചെയ്തുള്ള ആ ഒരു കോറിലേഷൻ വെരി 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 സൂപ്പർ. പടത്തെക്കുറിച്ച് ഇതിന് ഓസ്കാർ അവാർഡ് കൊടുത്തിരിക്കണം. ഇല്ല അതിനെന്തെങ്കിലും പാനലോ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട്? നിരസിക്കാൻ പാടില്ല. അത്ര നല്ല പെർഫോമൻസും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടിങ്ങും ആയിരുന്നു എല്ലാവരും. കിട്ടിയില്ലെങ്കിൽ ഞാനും എന്തെങ്കിലും വല്ല പരാതി കൊടുക്കാനുണ്ടെങ്കിൽ ഞാനും കൂടെ കൂട്ടത്തിൽ കൂടും. തീർച്ചയായിട്ട് ഞാനൊരു അഭിപ്രായം എന്തായാലും പറയും, മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഇത്ര അഭിപ്രായം പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും അത് ഓരോ സീൻസ് എടുക്കുമ്പോഴും അതൊരു പ്രത്യേക രീതിയിലുണ്ട്. അതിൽ പെർഫെക്ഷൻ വേണ്ടേ? അപ്പോൾ ആ പെർഫെക്ഷന് വേണ്ടി അവർ ശ്രമിച്ചെങ്കിൽ ഇത്രയും വർഷം അതിന് വേണ്ടി വരുമെന്നുള്ളതാണ് കറക്റ്റായിട്ട്, മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു.